നമസ്കാരം. ഒരു സർക്കാർ ഉദ്യോഗസ്ഥൻ, അതും നൂറുകണക്കിന് കുട്ടികൾക്ക് മാതൃകയാകേണ്ട ഒരു ഹയർ സെക്കൻഡറി സ്കൂൾ പ്രിൻസിപ്പൽ കാണിച്ച കടുത്ത രാഷ്ട്രീയ തിമിരത്തിന് UDF സർക്കാർ നൽകിയ 8ന്റെ പ്രഹരമാണിപ്പോൾ പുറത്തുവന്നത്. വിരമിക്കാൻ കൃത്യം 2 ദിവസം മാത്രം ബാക്കി നിൽക്കെ തിരുവനന്തപുരം ആറ്റിങ്ങലിലെ ഗവൺമെന്റ് HSSലെ പ്രിൻസിപ്പൽ ജവാദ് എസിനെ പൊതുവിദ്യാഭ്യാസ വകുപ്പ് വെള്ളിയാഴ്ച അടിയന്തരമായി സസ്പെൻഡ് ചെയ്തിരുന്നു. എന്താണ് ഇദ്ദേഹം ചെയ്ത കുറ്റം എന്നറിയാമോ? നമ്മുടെ മുഖ്യമന്ത്രി VD സതീശന്റെ അതീവ ആക്ഷേപകരവും അപകീർത്തികരവുമായ രീതിയിലുള്ള ഒരു പോസ്റ്റ് സമൂഹ മാധ്യമങ്ങളിലൂടെ പങ്കുവച്ചു. സമാനമായി മുഖ്യമന്ത്രിയെയും പ്രതിപക്ഷ നേതാക്കളെയും അടക്കം വ്യക്തിഹത്യ ചെയ്യുന്ന രീതിയിൽ മോർഫ് ചെയ്ത ചിത്രങ്ങൾ പ്രചരിപ്പിച്ചതിന് KSRTC ജീവനക്കാരെയും സസ്പെൻഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. എഡിറ്റ് ചെയ്ത ഒരു വ്യാജ ചിത്രം കുറച്ച് ദിവസങ്ങൾക്ക് മുൻപ് ഇയാൾ സ്വന്തം സോഷ്യൽ മീഡിയ പേജിൽ പോസ്റ്റ് ചെയ്യിക്കുകയായിരുന്നു. വിരമിക്കാറായതിന്റെ രാഷ്ട്രീയത്തിൽ എന്ത് വൃത്തികേടും കാണിക്കാമെന്ന് കരുതിയ പ്രിൻസിപ്പലിന്റെ കസേര തെറിച്ചപ്പോഴാണ് ഈ പോസ്റ്റ് സമൂഹത്തിന് തെറ്റായ സന്ദേശം നൽകുമെന്നും വിദ്യാർത്ഥികൾക്കും അധ്യാപകർക്കുമിടയിൽ കടുത്ത രാഷ്ട്രീയ ധ്രുവീകരണത്തിന് കാരണമാകുമെന്നും റിപ്പോർട്ടിൽ കൃത്യമായി പറയുന്നത്. ഇവിടെയാണ് കമ്മ്യൂണിസ്റ്റ് അനുഭാവികളായ അധ്യാപക സംഘടനകളും അന്തം കമ്മികളും ഈ നടപടിക്കെതിരെ കരച്ചിലുമായി ഇറങ്ങിയിരിക്കുന്നത്. അവരോട് ഒരൊറ്റ ചോദ്യമേ ചോദിക്കാനുള്ളൂ. ഇത്തരത്തിലൊരു ആക്ഷേപകരമായ വ്യാജ ചിത്രം മുൻ മുഖ്യമന്ത്രി പിണറായി വിജയനെതിരെ ആയിരുന്നു ഈ പ്രിൻസിപ്പൽ പങ്കുവച്ചിരുന്നതെങ്കിൽ അന്നത്തെ സർക്കാരും അന്തം കമ്മികളും ഇയാളെ വെറുതെ വിടുമായിരുന്നു. പിണറായിയുടെ പോലീസും പാർട്ടി ഗുണ്ടകളും ഈ പ്രിൻസിപ്പലിന്റെ വീട്ടിൽ കയറി ഇറങ്ങി നിരങ്ങിയനെ. അർദ്ധരാത്രിയിൽ വലിച്ചിഴച്ച് ലോക്കപ്പിൽ അടച്ചേനെ. പിണറായി വിജയന്റെ കരിനിയമ ഭരണകാലത്ത് തനിക്കെതിരെ സോഷ്യൽ മീഡിയയിൽ ഒരു കമന്റ് ഇട്ടാൽ, ഒരു പോസ്റ്റ് ഇട്ടാൽ, അല്ലെങ്കിൽ ഒരു കാരിക്കേച്ചർ വരച്ചാൽ പോലും IT ആക്ടും കടുത്ത വകുപ്പുകളും ചുമത്തി അകത്തിടുന്ന കാട്ടുനീതിയായിരുന്നു നമ്മൾ കണ്ടത്. മാധ്യമപ്രവർത്തകർക്ക് പോലും ചോദ്യം ചോദിക്കാൻ സ്വാതന്ത്ര്യം നൽകാതെ വിമർശിക്കുന്നവരെ മുഴുവൻ പോലീസിനെ വിട്ട് വേട്ടയാടി വിചാരണ ചെയ്യിക്കുന്ന ഏകാധിപത്യ രീതിയായിരുന്നു പിണറായി വിജയന്റേത്. എന്നാൽ ഇവിടെ മുഖ്യമന്ത്രി VD സതീശൻ എടുത്തത് പൂർണ്ണമായും സുതാര്യമായ നിയമപരമായ നടപടി മാത്രമാണ്. ഇവിടെ ഒരു കാര്യം മനസ്സിലാക്കണം. മുഖ്യമന്ത്രി എന്നല്ല, ഈ നാട്ടിലെ ഏത് സാധാരണക്കാരനായാലും ശരി, അവരെ സോഷ്യൽ മീഡിയയിലൂടെ വ്യക്തിഹത്യ ചെയ്യുന്ന തരത്തിലുള്ള പോസ്റ്റുകൾ ഇട്ടാൽ കർശന നടപടി ഉണ്ടാകുമെന്ന് VD സതീശൻ കൃത്യമായി പ്രഖ്യാപിച്ചിട്ടുള്ളതാണ്. പ്രത്യേകിച്ചും സംസ്ഥാന സർക്കാരിന്റെ ശമ്പളവും വാങ്ങി സർക്കാരിന്റെ ആനുകൂല്യങ്ങളും പറ്റി ജീവിക്കുന്ന ഒരു സർക്കാർ ജീവനക്കാരൻ ഇത്തരത്തിൽ സർക്കാരിനും മുഖ്യമന്ത്രിക്കുമെതിരെ പരസ്യമായി അധിക്ഷേപ പോസ്റ്റുകൾ ഇടുമ്പോൾ അതിനെതിരെ എങ്ങനെയാണ് പ്രതികരിക്കാതിരിക്കുക? രാഷ്ട്രീയ സ്വഭാവമുള്ള യാതൊരുവിധ പരിപാടികളിലും സർക്കാർ ജീവനക്കാർ പങ്കെടുക്കരുതെന്ന് പെരുമാറ്റച്ചട്ടം കൃത്യമായി വിലക്കുന്നുണ്ട്. കൂടാതെ ഈ പ്രിൻസിപ്പലിന്റെ നടപടി സർക്കാർ ജീവനക്കാർ മാധ്യമങ്ങളും സോഷ്യൽ മീഡിയയും ഉപയോഗിക്കുന്നതുമായി ബന്ധപ്പെട്ട് നിലനിൽക്കുന്ന 2017 സർക്കാർ സർക്കുലറിന്റെ ലംഘനമാണ്. സർവീസ് ചട്ടങ്ങളുടെ ഈ ഗുരുതര ലംഘനം ചൂണ്ടിക്കാട്ടിയാണ് വകുപ്പുതല അച്ചടക്ക നടപടിക്ക് ശുപാർശ ചെയ്തത്. തന്നെ അപകീർത്തിപ്പെടുത്താൻ നോക്കിയ അധ്യാപകനെതിരെ ചട്ടപ്രകാരം നടപടിയെടുത്തത് എങ്ങനെയാണ് അനീതിയാകുന്നത്? ഇവിടെയാണ് പിണറായി വിജയനും VD സതീശനും തമ്മിലുള്ള ആകാശവും ഭൂമിയും തമ്മിലുള്ള വ്യത്യാസം കേരളം തിരിച്ചറിയുന്നത്. പിണറായി വിജയന്റെ കാലത്തായിരുന്നെങ്കിൽ ഈ പ്രിൻസിപ്പലിനെ ജോലിയിൽ നിന്നും സ്ഥിരമായി പിരിച്ചുവിട്ട് പെൻഷൻ പോലും നൽകാതെ വീട്ടിലിരുത്തിയേനെ. എന്നാൽ VD സതീശൻ എന്ന മുഖ്യമന്ത്രി വ്യക്തിപരമായ പ്രതികാര ബുദ്ധിയോടെയല്ല പ്രവർത്തിച്ചത്. സർവീസ് ചട്ടങ്ങൾ മുൻനിർത്തി നിയമം അതിന്റെ വഴിക്ക് പോകട്ടെ എന്നാണ് പറഞ്ഞത്. സർക്കാർ സർവീസിൽ ഇരുന്നു കൊണ്ട് രാഷ്ട്രീയം കളിച്ച് മുഖ്യമന്ത്രി അധിക്ഷേപിക്കാൻ നോക്കിയാൽ വിരമിക്കാൻ 2 മിനിറ്റ് ബാക്കിയുണ്ടായാലും സസ്പെൻഷൻ വാങ്ങി വീട്ടിൽ പോകേണ്ടി വരുമെന്ന് UDF സർക്കാർ തെളിയിച്ചു കഴിഞ്ഞു. നിയമം എല്ലാവർക്കും ഒന്നു തന്നെയാണ്. തെറ്റ് ചെയ്താൽ അതിന് ശിക്ഷയുണ്ടാവും. വിരമിക്കാൻ 2 ദിവസം ബാക്കി നിൽക്കെ മുഖ്യമന്ത്രി VD സതീശനെതിരെ മാസ് കാണിക്കാൻ നോക്കിയ പ്രിൻസിപ്പലിന് കിട്ടിയത് 8ന്റെ പണിയാണ്. ഈ ചിത്രം പഴയ കാരണഭൂതൻ പിണറായി വിജയനെതിരെ ആയിരുന്നെങ്കിൽ അന്ന് രാത്രി തന്നെ അദ്ദേഹത്തിന്റെ വീട് പോലീസ് തല്ലി പൊളിച്ചേനെ. തന്നെ വിമർശിക്കുന്ന ആളുകളെ പോലീസിനെ വിട്ട് വേട്ടയാടിയ പിണറായിയുടെ ആ കാലം കഴിഞ്ഞു. ഇത് VD സതീശന്റെ ഭരണമാണ്. ഇവിടെ പ്രതികാരമില്ല. ആരെ അപകീർത്തിപ്പെടുത്താൻ നോക്കിയാലും കർശന നടപടികൾ ഉണ്ടാകും.